റോഷൻ രാജു ജെയ് അഡ്വാൻസ്ഡിൽ കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി. സ്കൂളിൽ +1 +2 പഠനത്തിനൊപ്പം ബ്രില്യന്റിന്റെ എൻട്രൻസ് പരിശീലനവും നേടിയാണ് റോഷൻ ജെയ് അഡ്വാൻസ്ഡിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ജെയ് മെയിൻസിൽ ഓൾ ഇന്ത്യ റാങ്ക് 699 റാങ്ക് നേടി റോഷൻ കേരളത്തിന്റെ മുൻനിരയിലെ പ്രധാനിയായിരുന്നു. അങ്കമാലി സ്വദേശിയായ റോഷന്റെ ഫാദർ രാജു KSFE മാനേജറായി സേവനമനുഷ്ഠിക്കുന്നു. അമ്മ ജാസ്മിൻ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. റോഷൻ രാജു വരുന്ന വർഷങ്ങളിൽ IIT NIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രചോദനമേകുന്ന വാക്കുകളാണ് റോഷൻ രാജുവിന് പറയാനുള്ളത്. തന്റെ പഠനനാളുകൾ, ജെയ് പ്രിപ്പറേഷൻ സമയത്തെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിച്ചു, ജെയ് അഡ്വാൻസ്ഡിൽ കേരള ടോപ്പറായതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ, +1 +2 എൻട്രൻസ് പരിശീലിച്ച് കേരളത്തിന്റെ അഭിമാന താരമായി മുൻനിരയിൽ നിലയുറപ്പിച്ച റോഷൻ രാജുവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ജെയ് അഡ്വാൻസ്ഡ് ഇന്ത്യയിലെ തന്നെ ടഫസ്റ്റ്, ഇഫ് നോട്ട് വൺ ഓഫ് ദ വേൾഡ്സ് ടഫസ്റ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസ്. അത്രയധികം എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വിജയം മാത്രമല്ല, ടോപ്പറായി തന്നെ മാറിയിരിക്കുകയാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ റോഷൻ രാജു എന്ന മിടുക്കൻ. സോ റോഷൻ, കൺഗ്രാജുലേഷൻസ് ആദ്യമേ തന്നെ. ഓക്കെ, അതേ ഒരു പറഞ്ഞ പോലെ തന്നെ അത്ര എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിജയം നമുക്ക് നേടാൻ സാധിക്കും. കേരള ടോപ്പർ എന്ന ഒരു നിലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇത്ര മികച്ചൊരു വിജയം നേടിയെന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് ഫീലിംഗ്? ആദ്യം റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും വിളിച്ച് കൺഗ്രാറ്റ്സ് പറഞ്ഞു. നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ വിചാരിച്ച എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത്. അതാണ് ഹാപ്പിയാണ്. ഓക്കെ, പക്ഷെ കേരള ടോപ്പർ ആകുമെന്നുള്ളൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? ജി മീൻസ് കഴിഞ്ഞപ്പോ തന്നെ ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. പിന്നെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം. ഓക്കെ, പേരൻസിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോ? പേരൻസ് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് എൻ്റെ നിന്ന്. പക്ഷെ എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. പക്ഷെ കിട്ടിയതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ ഒരു വിജയത്തില് ബ്രില്യന്റിനോട് എന്താണ് പറയാനുള്ളത്? ബ്രില്യന്റിനോട് വളരെ നന്ദിയുണ്ട്. ഇത്രയും ഈ 2 വർഷക്കാലം എന്നെ നർച്ചർ ചെയ്ത് അവിടുന്ന് സ്ക്രാച്ച് ചെയ്ത് തുടങ്ങി ഈ കേരള ടോപ്പർ എന്ന രീതിയിലേക്ക് ആക്കാൻ ബ്രില്യന്റിന് ഭയങ്കര വലിയൊരു ബ്രില്യൻ ഹാസ് പ്ലേഡ് എ വെരി ബിഗ് റോൾ ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ റോഷനെ പറ്റി ചെറിയൊരു ഇൻട്രഡക്ഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? എൻ്റെ പേര് റോഷൻ രാജു. പിന്നെ ഞാൻ 10ാം ക്ലാസ് വരെ സെന്റ് പാട്രിക്സ് അക്കാഡമിയിലാണ് പഠിച്ചത്, അങ്കമാലിയിൽ. +1 +2 പഠിച്ചത് മാനാനത്തെ സ്കൂളിലായിരുന്നു. അവിടെയായിരുന്നു ബ്രില്യന്റിന്റെ കോച്ചിങ് കിട്ടിയത്. പിന്നെ എൻ്റെ പപ്പ രാജു KSFE മാനേജറാണ്, കാക്കനാട് വർക്ക് ചെയ്യാണ്. എൻ്റെ അമ്മ ജാസ്മിൻ ആലുവയിലെ ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറാണ്. അനിയൻ ഇപ്പോൾ +1 പഠിക്കണേ, കോമേഴ്സ് എടുത്ത് എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് റോഷന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഏത് സ്ട്രീമിലേക്കാണ് പോകാൻ താല്പര്യം? എനിക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നായിരുന്നു തുടങ്ങിയപ്പോ തൊട്ടൊരു താല്പര്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു നല്ലൊരു IIT കമ്പ്യൂട്ടർ സയൻസ് കിട്ടും. IIT മദ്രാസ്, ഖരഗ്പൂർ, കാൺപൂർ, എല്ലായിടത്തും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. നല്ല ഒരു കമ്പ്യൂട്ടർ സയൻസിനാണ് നല്ല പേരുള്ള കോളേജുകളാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ ആ കോളേജുകൾ കിട്ടണം എന്നാണ് ആഗ്രഹം. ഓക്കെ, എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് മുതലാണ് തുടങ്ങിയതിൻ്റെ ഒരു കാരണം? എനിക്ക് ചെറുപ്പം തൊട്ട് ഒരു ഗെയിം ഡിസൈനർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിന് കറക്റ്റ് ഒരു പാത്ത് പോകേണ്ടത് എനിക്ക് എങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ എല്ലാവരുടെയും ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്ന വെച്ചു. ഓക്കെ, അപ്പോൾ ഒരു ഡ്രീം കരിയർ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അത് തന്നെയാണോ? ഗെയിം റിലേറ്റഡ് ഫീൽഡ് തന്നെ, ഗെയിം ഡെവലപ്പർ. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ഒരു ഗെയിം അത്രയ്ക്ക് ഇഷ്ടമാണോ കളിക്കാൻ? എനിക്ക് ഗെയിം കളിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം ഗെയിം എങ്ങനെ വർക്ക് ആവണേ, എന്തൊക്കെയാണെന്നായിരുന്നു അറിയാനൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ചെറിയ 1-2 ഗെയിമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ്? അല്ല, ചെറുതായിട്ട്, അത്ര വലിയൊന്നുമല്ല, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി
ടെസ്റ്റ് നോക്കിയിട്ടുണ്ട് സിസ്റ്റത്തില്. ഓക്കെ, അതിന്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അല്ല അത് ഇപ്പൊ പൈത്തണില് പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് പല പല ഗെയിംസ് ഉണ്ടാക്കാൻ പല പല ടൂൾസ് ഉണ്ട്, ലൈക്ക് ലൈബ്രറീസ് എന്ന് പറയും. അത് വെച്ചിട്ട് പല പല ഗെയിംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനെ പറ്റി അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഗെയിംസ് ഞാൻ അത് കഴിഞ്ഞിട്ട് കളിച്ചു തുടങ്ങിയ ഗെയിംസിനൊക്കെ എങ്ങനെയാണ് വർക്ക് ആവണേ, അത് എങ്ങനെയായിരിക്കും ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയെന്നൊക്കെ ആലോചിച്ച് തുടങ്ങി. പിന്നെ എനിക്ക് പയ്യെ ഇൻട്രസ്റ്റ് തുടങ്ങി അതിലേക്ക്. ജസ്റ്റ് ഒരു ഗെയിം കളിക്കുന്നതിലല്ല, അതിന്റെ എന്താ ബിഹൈൻഡ് ദ സീൻസ് ആണ് നമുക്കറിയാൻ കുറച്ചുകൂടെ കൗതുകം തോന്നുന്നത്. മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ ഗെയിംസ് ഇങ്ങനെയാണ് ആൾക്കാരെ കൂടുതൽ എൻഗേജ് ആക്കണ്ടേ എന്ന് വെച്ചാൽ കുറെ നേരം കളിപ്പിക്കണ്ടേ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഗെയിം ഡിസൈനിങ്ങിനകത്ത്. ചുമ്മാ പ്രോഗ്രാമിംഗ് മാത്രമല്ല അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ആ മേഖല കുറച്ചുകൂടെ വിപുലമായി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ബ്രില്യൻറ്റ്, നമ്മുടെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾ സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് എന്ന് റോഷൻ തന്നെ പറഞ്ഞു. കൂടാണ്ട് നമ്മുടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെഫറൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ലേണിംഗ് ആപ്പ് ആയിക്കോട്ടെ, അതുപോലെ മോഡൽ എക്സാംസ് ആയിക്കോട്ടെ, ഇതിലേത് ഫെസിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ റോഷൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? ഞാൻ ബ്രില്യൻറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്, എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ബ്രില്യൻറ്റിൻ്റെ ലൈബ്രറി തന്നെയാണ്. ലൈക്ക് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ബുക്ക് ആവശ്യമുണ്ടെങ്കിലോ എന്തെങ്കിലും എപ്പോഴും ഓടിപ്പോയി മേടിക്കാനോ നടക്കേണ്ട സമയം കളയേണ്ട ആവശ്യമില്ല. നേരിട്ട് ലൈബ്രറി പോയാൽ അവിടെ എന്തെങ്കിലും ഇതിന് ബേസ്ഡ് ആയിട്ട് ഉണ്ടാവും, അത് ഉപയോഗിച്ച് വായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് എസ്പെഷ്യലി ഈ മെയിൻസും അഡ്വാൻസിനും അടുത്തെത്തിയപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ അധികം ഓൺലൈനിലെങ്കിലും ലൈക്ക് മോക്ക് ടെസ്റ്റ് എഴുതാൻ മാത്രമുള്ള ഇൻ്റർഫേസുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ ബില്ലിൻ്റെ ലേണിംഗ് ആപ്പിനകത്ത് തന്നെ മോക്ക് ടെസ്റ്റ് ആയിട്ട് എഴുതാൻ കുറേ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതായിരുന്നു ഞാൻ മേജർലി ചെയ്തത് ഈ മെയിൻ അഡ്വാൻസിന് ഒരാഴ്ച 2 ആഴ്ച മുന്നേ ഒക്കെ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് വീതം അല്ലെ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീതം ചെയ്യുമായിരുന്നു? അതിനൊരു ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം ചെയ്യും. പിന്നെ അതിന് ആ എക്സാമിൽ വരുത്തിയ മിസ്റ്റേക്സും കറക്ഷൻസും ഒക്കെ ആ ദിവസവും പിന്നെ അടുത്ത ദിവസവും ഒക്കെ ആയിട്ട് ചെയ്യും. പിന്നെ പഠിക്കാനുള്ളത് പഠിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ വീക്കാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ പഠിച്ചിട്ട് അടുത്ത ദിവസം അടുത്ത എക്സാം എഴുതും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്താണ് ഇവിടെ എത്തിയത്. ഓക്കെ, ഈ മിസ്റ്റേക്സ് വരുമെന്ന് പറഞ്ഞാൽ എന്ത് തരം മിസ്റ്റേക്സ് ആയിരുന്നു? കോൺസെപ്ച്വൽ ആയിട്ടുള്ള എറേഴ്സ് ആയിരുന്നു, അതോ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് പറ്റുന്ന മിസ്റ്റേക്സ് ആയിരുന്നു? എന്തൊക്കെയായിരുന്നു? അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സത്യം പറഞ്ഞാൽ 2 മിസ്റ്റേക്സ് വരുത്താറുണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് കോൺസെപ്ച്വലി ഉള്ള മിസ്റ്റേക്സും പിന്നെ സില്ലി മിസ്റ്റേക്സ് ഒക്കെ വരുത്താറുണ്ട്, കാൽക്കുലേഷൻ മിസ്റ്റേക്സും ഒക്കെ. അതൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലൈക്ക് ആൻസർ കീ നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ കീ നോക്കിയാലും മനസ്സിലാവില്ല. അപ്പൊ അതൊക്കെ ഓൺലൈനിൽ നോക്കിയോ ലൈക്ക് എവിടെയെങ്കിലും ഗൂഗിൾ ചെയ്തിട്ടൊക്കെ എങ്ങനെയൊക്കെ എന്തായാലും പഠിക്കും. ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ പഠിക്കാണ്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ല, എൻ്റെ ലെവലിൽ പറ്റിയതല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തേലും പഠിച്ചെടുക്കണമെന്നില്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോയിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ. എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് ചാലഞ്ച് ആയിട്ട് തന്നെ നമ്മൾ അത്ര ടഫ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുക്കും. ഓക്കെ, ഫൈൻ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട്? എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും ഈ ലൈക്ക് എസ്പെഷ്യലി +1 +2 ഫിസിക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അത് പഠിച്ചാൽ മനസ്സിലാവും. അപ്പൊ എൻ്റെ ഒന്നല്ല, ഓൾമോസ്റ്റ് എടുക്കണ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് സബ്ജക്ട് ഫിസിക്സ് തന്നെയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എടുത്തു പറയാൻ കാരണം? അത് കാരണം ലൈക്ക് ഫിസിക്സിൽ വന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഇമാജിനേഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി അഡ്വാൻസിന് വന്ന ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. അഡ്വാൻസിൽ വൺ ഓഫ് ദ ലൈക്ക് കമ്പാരിറ്റീവ്ലി ഫിസിക്സ് കെമിസ്ട്രി മാത്സിനകത്ത് ഫിസിക്സ് നല്ല പാടാണ്. എങ്കിലും കുറെ ആൾക്കാർക്ക് മാർക്ക് ഉണ്ട്. അതിന് കാരണം എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ഫിസിക്സ് ആയി കാരണമാണ്. അവർക്കൊക്കെ ഫിസിക്സ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാട് എന്താ പറയുക ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈക്ക് നേരത്തെ നമ്മൾ ഗെയിമിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ഓർക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ ഒരു ഇമാജിനേഷൻ, ഒരു ക്രിയേറ്റിവിറ്റി ഫിസിക്സിൻ്റെ അകത്തുണ്ട് അല്ലേ? പിന്നെ ചില ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ആൻസർ കിട്ടും, പക്ഷെ എന്നാലും ഒരു തൃപ്തി ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർക്കിങ്ങും അതിന് ബിഹൈൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾസും ഒക്കെ ഒരു മനസ്സിലാക്കി ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് ലൈക്ക് ഒരു
അത് വേറെ ഫീലാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. നല്ല കടുംകട്ടിയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമ്മളൊരു ഉത്തരം അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉത്തരം കിട്ടുമ്പോൾ നമുക്കും ഒരു എന്താ പറയുക എന്തോ നേടിയെടുത്ത ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ജെഇ അഡ്വാൻസ്ഡിന് മാത്രമല്ല, നമ്മുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോഴും ഇംഗ്ലീഷിന് 7 മാർക്ക്. ഓക്കെ, ഇംഗ്ലീഷ് സബ്ജക്റ്റിന് മാത്രമേ 7 മാർക്ക്, ബാക്കി എഴുതിയ എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് ലഭിച്ച ഒരു മിടുക്കനും കൂടെയാണ് റോഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ എൻട്രൻസ് പരിശീലനവും സ്കൂൾ പഠനവും കൂടെ ബാലൻസ് ചെയ്യുന്നത്? കാരണം പലർക്കും ഡൗട്ട്ഫുൾ ആവുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഡൗട്ട്ഫുള്ളിനേക്കാൾ ഉപരി ഒരു എന്താ പറയുക പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് വരുന്ന ഒരു സംഭവമാണ് ഈ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ് കൊണ്ടുപോകുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എൻട്രൻസിലും എന്താ പറയുക, റോഷൻ പ്രതീക്ഷിച്ചില്ലെങ്കിലും റോഷനെ അറിയാവുന്ന എല്ലാവരും പ്രതീക്ഷിച്ച വിജയം റോഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പ്ലസ് ടു ബോർഡ് എക്സാമിലും ഇംഗ്ലീഷിന് ഒഴികെ ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകുന്നത്? അതിൽ ഒരു വലിയ റോള് എൻ്റെ സ്കൂളിലത്തെ ടീച്ചേഴ്സിന് തന്നെയാണ്. ഓക്കെ, അവര് എങ്ങനെയാണ് ഈ എക്സാമിന് പഠിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. എക്സാമിന് തലേ ദിവസം വരുന്ന സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിരുന്നു ഞങ്ങൾക്ക്. ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന പിള്ളേർക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതിൻ്റെ രീതിയിൽ പോയി. എൻട്രൻസിന് പഠിക്കാൻ ഒരു പേടിയും കൂടാണ്ട് പോയി. കമ്പ്യൂട്ടർ സയൻസും ഇംഗ്ലീഷും പിന്നെ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജും കംപ്ലീറ്റ്ലി ടീച്ചേഴ്സിന് ബിലീവ് ചെയ്ത് അവരെന്താ പറഞ്ഞ് അതേപോലെ ചെയ്യുക, വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പഠിച്ചു പോയി. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്രില്ലിൻ്റെ ടീച്ചേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അവരുടെ ഒരു അപ്രോച്ച്, അവരോട് നിങ്ങൾക്കുള്ളൊരു അപ്രോച്ച്, അതൊക്കെ എങ്ങനെയായിരുന്നു? ബ്രില്ലിൻ്റെ ടീച്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര ഫണ്ണാണ്. ക്ലാസ്സിലൊക്കെ ഭയങ്കര താല്പര്യത്തോടെയാണ്, ഭയങ്കര സിൻസിയറാണ് എല്ലാ ടീച്ചേഴ്സും. പിന്നെ ഞങ്ങളോടും ഒരു സാധാരണ ഉള്ളൊരു സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോയത്. പിന്നെ അവർക്കും അവരുടെ ജോലിയോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പിന്നെ എല്ലാ ക്ലാസ്സും എന്താ പറയുക, സത്യത്തിൽ ഭയങ്കര ഫണ്ണായിരുന്നു. ഈ 2 വർഷക്കാലം ഈ ഒരു മേജർ ഈ 2 വർഷത്തെ പ്രിപ്പറേഷനകത്ത് ഒരു 3/4 ക്ലാസ്സസ് ആയിരുന്നു. ക്ലാസ് റൂമിനകത്തിരുന്നുള്ള ലെക്ചേഴ്സ് ആയിരുന്നു. അപ്പൊ അത് നല്ലോണം പോയത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഈ അവർക്കും ഒരു മേജർ റോളുണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് യുവർ കോർഡിനേറ്റേഴ്സ് ആൻഡ് ക്ലാസ് ടീച്ചേഴ്സ് ആൻഡ് ഓൾ? എൻ്റെ ക്ലാസ് ടീച്ചറും ജോസഫ് സാർ ആണ്. പിന്നെ കോർഡിനേറ്റർ ബിജു സാർ. ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഈ 2 വർഷക്കാലം. ഞങ്ങൾക്ക് മോഡൽ എക്സാംസ് ഒക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്തവർക്കൊക്കെ ജോസഫ് സാറ് മഞ്ചൊക്കെ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. പിന്നെ ബിജു സാറുടെ വക ഇടയ്ക്ക് ലഡ്ഡൊക്കെ തരുമായിരുന്നു ക്ലാസ്സിലെല്ലാവർക്കും. ഇതൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ പോയി പറയും. എന്തെങ്കിലും സജഷൻസോ ബ്രില്ലിൻ്റെ എക്സാംസിനെ പറ്റി എന്തെങ്കിലും കുഴപ്പങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി പറയും. ബിജു സാർ അപ്പം തന്നെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എല്ലാം ചെയ്തു തരും. അപ്പം തന്നെ എല്ലാം സോൾവ് ആക്കി തരുമായിരുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ റോഷൻ മാത്രമല്ല, ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് റോഷൻ്റെ പേരൻസും അതുപോലെ തന്നെ ബ്രദറും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അവരൊക്കെ ഈ ഒരു വിജയത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. ഓക്കെ, അപ്പോൾ ജെഇ അഡ്വാൻസ്ഡിൽ കേരള ടോപ്പർ ആയിരിക്കുകയാണ് റോഷൻ. ഇത്ര വലിയൊരു എക്സാം ആയിരുന്നു. അതുപോലെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിൽ അതുപോലത്തെ ഒരു വിജയം നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു വിജയം റോഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? വളരെ 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 സന്തോഷം തോന്നുന്നു. കാരണം മോൻ 2 വർഷമായിട്ട്, അതിനു മുമ്പൊക്കെ അവനിങ്ങനെ എപ്പോഴും പഠിക്കുമായിരുന്നു. പക്ഷേ ഈ 2 വർഷമായിട്ട് അവൻ വളരെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമുണ്ടായി എന്നുള്ളത് മോന് സന്തോഷമാണ്, കുടുംബത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. വളരെയധികം സന്തോഷം. ഓക്കെ സാർ, അപ്പോൾ എന്താണ് ബ്രില്ലിനോട് പറയാനുള്ളത്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്, മോനെ അടക്കം കടപ്പെട്ടിരിക്കുന്നത് ബ്രില്ലിനോട് തന്നെയാണ്. കാരണം 2 വർഷം മുമ്പ് ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ, ഞങ്ങൾക്ക് അത്ര വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ എൻട്രൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ. പക്ഷേ ഞങ്ങൾ ബ്രില്ലിനിൽ പോയി അവിടെ നമ്മൾ കെയിലൊക്കെ ചെന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് സത്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. അവിടെ നിന്നും തന്ന ഓരോ നല്ല അവരുടെ മോട്ടിവേഷൻസും, അതുപോലെ തന്നെ പ്രത്യേകം നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജോസഫ് സാറൊക്കെ ഓരോ തവണയും ഞങ്ങൾ ചെല്ലുമ്പോൾ മോൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ ബിജു സാറ്, ഞങ്ങൾ എന്താണ് പറയുന്നത്, ചില പരീക്ഷകളിലൊക്കെ താഴ്ന്നു പോകുമ്പോഴൊക്കെ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുന്നത് ഇവർ ഓരോരുത്തരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സത്യത്തിൽ ഈ നന്ദി ഞങ്ങളെങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അത്രയും
സന്തോഷമാണ് ഈ നിമിഷത്തിൽ. അതുപോലെ തന്നെ നമുക്ക് പറയുന്ന ഞങ്ങളുടെ ബിനോയ് സാറ്, ഞങ്ങൾ അതിൽ നേരിട്ട് കണ്ടിട്ടില്ല ബിനോയ് സാറിനെ, പക്ഷേ ഓരോ പ്രാവശ്യവും ഓരോ പരീക്ഷയുടെ കാര്യങ്ങളും ഓരോ മോക്ക് ടെസ്റ്റ് നടത്തുമ്പോഴും ഒക്കെ തന്നെ കൃത്യമായിട്ട് വിളിച്ച് അതിനകത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റി നമ്മൾ ചില വഴികളിലൂടെ പോകുന്നുണ്ടായിരുന്നു, അപ്പോഴൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിച്ചത് ബിനോയ് സാറ്. അതുപോലെ തന്നെ നമ്മുടെ കെയിലെ മുല്ലശ്ശേരി അച്ഛൻ, അങ്ങനെ പിന്നെ നമ്മുടെ അവിടുത്തെ രാജേഷ് സാറ്, ഞങ്ങളുടെ വാർഡനായിരുന്ന രാജേഷ് സാറ്, അതുപോലെ തന്നെ അമൽ സാറ് മറ്റ് ഒരു സ്ട്രീമായിരുന്നെങ്കിൽ കൂടി കൃത്യമായ സമയങ്ങളിൽ ഓരോ സമയത്തും നമുക്ക് ഗൈഡ് ലൈൻസ് തന്ന് ഞങ്ങളെ മുന്നോട്ട് നയിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. വളരെയധികം സന്തോഷം. അടുത്തായി റോഷൻ്റെ അമ്മ. മാം നമസ്കാരം ആൻഡ് ഓൾസോ കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ എഗെയിൻ സാറിനോട് ചോദിച്ച പോലെ തന്നെ ഈ ഒരു വിജയത്തിൽ മാമിന് എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷം, അതിലേറെ അഭിമാനമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ പറ്റി പറയാനുള്ളത്. ഇത്രയും വലിയൊരു വിജയം ജെഇ മെയിനിലാണെങ്കിലും ജെഇ അഡ്വാൻസ്ഡിലാണെങ്കിലും അവൻ സ്വന്തമാക്കി. അവൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഒരു ഫലം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഒക്കെ വളരെയധികം അവൻ നല്ലപോലെ തന്നെ അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സിനും ക്ലാസ് ടീച്ചേഴ്സിനും ഒക്കെ കാര്യം, അവർ ജസ്റ്റ് ഒരു ക്ലാസ് ടീച്ചർ പോലെയല്ല, കറക്റ്റായിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഈച്ച് ആൻഡ് എവറി അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ, ഇപ്പം ഇവൻ ആ പരീക്ഷയുടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയാണ്, ആ പരീക്ഷ കുറച്ച് താഴ്ന്നു പോയി എന്ന് പറയുമ്പോഴും അങ്ങനെ നമ്മൾ സംശയങ്ങൾ തീർക്കാനൊക്കെ ആയിട്ട് സാർമാർ വിളിക്കുമായിരുന്നു. അപ്പോൾ അവരതൊക്കെ വളരെയധികം സഹായിച്ചു തന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഇപ്പം താഴ്ന്നു പോയാൽ അടുത്ത പരീക്ഷയ്ക്ക് അത് കയറാൻ പറ്റും, ഇവന് സാധിക്കും എന്നുള്ളൊരു മോട്ടിവേഷൻ ഞങ്ങൾക്കും കൂടിയാണ് ആ കോർഡിനേറ്റേഴ്സിനൊക്കെ തന്നത്. ബ്രില്യൻ സാറാണെങ്കിലും ബിനോയ് സാറാണെങ്കിലും ബിജു സാറാണെങ്കിലും ഒക്കെ ഇപ്പോൾ കാണുമ്പോഴൊക്കെ എപ്പോഴും മോട്ടിവേഷനാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഇവനെ കൊണ്ട് സാധിക്കും എന്നുള്ള ഞങ്ങൾക്ക് ഉള്ളിലും ഞങ്ങൾക്കും ഒരു ഫീലിംഗ് തരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഒരു മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നു റോഷനേക്കാളും കിട്ടിയിട്ടുള്ളത് പേരൻസിനാണ്. കാരണം കുറച്ച് മുമ്പ് റോഷൻ പറയുകയും ചെയ്തു, എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പേരൻസിനൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്നാണ് റോഷൻ പറഞ്ഞത്, അല്ലേ? യെസ്, അതെ, ശരിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു റോഷന് ഏതെങ്കിലും ഒരു ടോപ്പർ സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളത് ഉറപ്പായിരുന്നു. നേരത്തെ തന്നെ അതുപോലെ അവൻ വർക്ക് ചെയ്യുന്നുണ്ട് തുടക്കം മുതൽ. ഈ 2 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവൻ വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെ അവനിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ റോഷൻ, ഒന്നുകൂടി കൺഗ്രാജുലേഷൻസ് ഇത്ര വലിയൊരു വിജയം നേടിയതിൽ. അവസാനമായിട്ട് എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് റോഷന് പറയാനുള്ളത്? എനിക്ക് എല്ലാവരോടും വളരെ കടപ്പാടുണ്ട്. എൻ്റെ 1 വർഷം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മെരിവൻ സ്കൂളിൽ പഠിച്ചിരുന്നു. പിന്നെ അങ്കമാലിയിൽ സെൻറ്റ് പാട്രിക്സ് അക്കാഡമിയിൽ പഠിച്ചിരുന്നു. അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നു. അവിടെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും വളരെ നന്ദി. പിന്നെ എൻ്റെ കെ സ്കൂളിൽ +1 +2 പഠിച്ചു. അവിടെയുള്ള എല്ലാ ടീച്ചർമാരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. പിന്നെ എൻ്റെ ഫാമിലി, അച്ഛനമ്മ, അപ്പൂപ്പൻ, എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ റോഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം, കമ്പ്യൂട്ടർ സയൻസ്, ഗെയിം ഡിസൈനർ, ഡെവലപ്പർ, ഓക്കെ, അപ്പോൾ ആ ലക്ഷ്യങ്ങളിലേക്കൊക്കെ റോഷൻ ഏറ്റവും സക്സസ്ഫുൾ ആയി തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.